റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കണ്ണൂർ ചുഴലിയിൽ 500 ഏക്കറിലധികം ഭൂമി അനധികൃതമായി കയ്യേറിയെന്ന് പരാതി. റവന്യൂ ദേവസ്വം ഭൂമിയിലാണ് വ്യാപക കയ്യേറ്റം. 5 ഏക്കറിന്റെ പട്ടയം ഉപയോഗിച്ച് 50 ഏക്കർ സ്ഥലം വരെ കയ്യേറ്റം നടത്തിയെന്നാണ് നാട്ടുകാരുടെ പരാതി. ഡിജിറ്റൽ സർവേയിൽ അനധികൃത കയ്യേറ്റം കൃത്യമായി തിരിച്ചറിഞ്ഞ് നടപടി സ്വീകരിക്കണമെന്നും സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്നുമാണ് ആവശ്യം. അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, പലതരത്തിലുള്ള കയ്യേറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദേവസ്വം ഭൂമിയിൽ 5 ഏക്കറിന്റെ പട്ടയം ഉപയോഗിച്ച് 50 ഏക്കർ പിടിച്ചുവെക്കുന്നത് എങ്ങനെയാണ്? ഇതാരും അറിയുന്നില്ല. സുജിയ, ആ ചോദ്യം തന്നെയാണ് നമ്മളും ആവർത്തിച്ച് ചോദിച്ചു പോകുന്നത്. കണ്ണൂർ ചുഴലി വില്ലേജിലാണ് ഇത്തരം വലിയ അളവിൽ ഒരു ഭൂമി കയ്യേറ്റം, അനധികൃതമായിട്ടുള്ള കയ്യേറ്റം നടന്നിട്ടുള്ളത്. 500 ഏക്കറിലധികം. അത് ഇനിയും അന്വേഷണം നടത്തിയാൽ 500 അല്ലെങ്കിൽ 1000 ഏക്കറിലേക്കോ മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാലും പ്രാഥമികമായി ഈ പറയുന്ന കണക്കുകളെല്ലാം ശേഖരിച്ച് നാട്ടുകാർ പറയുകയാണ് 500 ഏക്കറിലധികം സ്ഥലം ഇങ്ങനെ ഇത്തരത്തിൽ വ്യാജരേഖ നിർമ്മിച്ചുകൊണ്ട് കയ്യേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ദേവസ്വം ഭൂമിയുണ്ട്, അതുപോലെ തന്നെ സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കൈവശം ഇരിക്കേണ്ടുന്ന ഭൂമിയുണ്ട്. മിച്ച ഭൂമി സർക്കാർ അനുവദിച്ച് നൽകിയ ആൾക്കാരുടെ ഭൂമി പോലും ഇത്തരത്തിൽ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. പാരമ്പര്യമായി കൈവശം വെച്ച് വരുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ പഴയ തറവാട്ടുകാരായിട്ടുള്ള ആ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ സ്ഥലമുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുടെയും സ്ഥലം അല്ലെങ്കിൽ സർക്കാർ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ വാർത്തയിൽ നിന്ന് ഇതൊരു മാഫിയയാണോ അർജുൻ? തീർച്ചയായിട്ടും അത് സംശയിക്കേണ്ടി വരും. കാരണം ഈ വ്യാജരേഖ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കാനുള്ള ചില വ്യക്തികളുടെ പിന്തുണ, ചില വ്യക്തികളുടെ സഹായം, അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റുകൾ, വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള സ്വാധീനവും അവരെല്ലാം തന്നെ ചേർന്നിട്ടുള്ള ഒരു ക്രമക്കേടാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അത് ഇന്നോ ഇന്നലെയോ കൊണ്ട് മാത്രം ചെയ്തതല്ല, വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു കള്ളത്തരത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കയ്യേറ്റത്തിൻ്റെ വാർത്തയാണിത്. പക്ഷേ ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടക്കുകയാണ്. ആ ഡിജിറ്റൽ സർവേയിലാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നത്. ഈ ഡിജിറ്റൽ സർവേ പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ കയ്യേറ്റം നടത്തി അതൊരു നിയമവിധേയമായ അല്ലെങ്കിൽ നിയമാനുസൃതമായ ഭൂമിയാക്കി മാറ്റിയിട്ടുള്ളവരുടെ ഭൂമി പോലും അത് അവർക്ക് സ്വന്തമായി ലഭിക്കും. അതുകൊണ്ട് കൂടിയാണ് നാട്ടുകാർ ഒരു സമഗ്ര അന്വേഷണം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാർ തന്നെ ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ചുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ ഡിജിറ്റൽ സർവേ കൊണ്ട് മാത്രം ഇതിനകത്തുള്ള എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതിലേറ്റവും പ്രകടമായി നമ്മൾ കാണേണ്ടത് ഒരു 5 ഏക്കറിൻ്റെ പട്ടയമുള്ള അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിട്ടുമുണ്ട്. 5 ഏക്കറിൻ്റെ പട്ടയം ഉപയോഗിച്ച് ആ സ്ഥലം അല്ലെങ്കിൽ ആ പട്ടയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റേതെങ്കിലും, അതായത് ആ വില്ലേജിൻ്റെ പരിധിയിൽ തന്നെ പെടുന്ന മറ്റ് പല സ്ഥലങ്ങളിലായി 50 ഏക്കറിലധികം സ്ഥലങ്ങൾ കയ്യേറിയിട്ടുണ്ട്. അർജുൻ കല്യാട്, ഇതിൽ നമ്മൾ ഓരോന്നായി എടുത്തു പറയുകയാണെങ്കിൽ, ഒന്ന്, മിച്ചഭൂമി കയ്യേറിയിരിക്കുന്നു. മിച്ചഭൂമി അനുവദിച്ച് കിട്ടിയ കുടുംബങ്ങൾ, എത്ര കുടുംബങ്ങളുടെ ഭൂമി ഇത്തരത്തിൽ കയ്യേറിയിട്ടുണ്ട്? ഈ കുടുംബങ്ങൾ പരാതിപ്പെട്ടിട്ടില്ലേ? കാരണം മിച്ചഭൂമി അവർക്ക് അനുവദിച്ചു കൊടുത്തതാണ്. അതും കയ്യേറിയിരിക്കുകയാണെങ്കിൽ അവരുടെ പരാതി സ്വാഭാവികമായും പോകണമല്ലോ, അതിലൊരു അന്വേഷണം നടക്കണമല്ലോ. അങ്ങനെ ആ പരാതികൾ അവർ കൊടുത്തിട്ടിപ്പോൾ എത്ര കാലമായി? അതിൽ അനക്കാതെ, ആ ഫയൽ അവിടെ അനങ്ങാതെ ഇരിക്കുകയാണോ? തീർച്ചയായിട്ടും. അതായത് ഏകദേശം 10ഓളം കുടുംബങ്ങളുടെ മിച്ചഭൂമി അനുവദിച്ച് ലഭിച്ചിട്ടുള്ള 10ഓളം കുടുംബങ്ങളുടെ പരാതി ഇപ്പോഴും പെൻഡിങ്ങിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പരാതിയുമായി വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് ഇവർ പോകുമ്പോൾ ഡിജിറ്റൽ സർവേ നടക്കുകയാണ്. ഡിജിറ്റൽ സർവേക്ക് ശേഷം ഇതിനകത്തൊരു തീരുമാനമെടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നു എന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള മറുപടിയും ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. അവർ റവന്യൂ മന്ത്രിയെ കണ്ടിരുന്നോ? നമുക്ക് ഈ വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെയും പ്രതികരണം തേടാവുന്നതാണ്. കണ്ണൂർ ചുഴലിയിലാണ് ഈ വ്യാപക ഭൂമി കയ്യേറ്റം വന്നിരിക്കുന്നത്. എടക്കളം മേഖല എന്ന് പറയുമ്പോൾ അവിടെ ഈ ഭൂമി കയ്യേറിയിരിക്കുന്ന പ്രദേശങ്ങൾ അത് ചേർന്ന് കിടക്കുന്നതാണോ? ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം എങ്ങനെയാണ്? സുജിയ, നവകേരള സദസ്സിലും അതുപോലെ തന്നെ താലൂക്ക് തല അദാലത്തിലും ഉൾപ്പെടെ ഈ പറയുന്ന ഈ പറയുന്ന മിച്ചഭൂമി ലഭിച്ചിട്ടുള്ളവർ പരാതി നൽകിയിട്ടുണ്ട് കയ്യേറ്റക്കാർക്കെതിരെ. ഇത് ഈ പ്രദേശത്തിൻ്റെ ഒരു മേഖല ചെങ്കൽ മാഫിയയ്ക്ക് വളരെയധികം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെങ്കൽ പരപ്പാണ് ഈ പ്രദേശമെല്ലാം. എടക്കളം അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ ഈ ഒരു ചെങ്കൽ പരപ്പാണ്. അപ്പോൾ അവിടെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ചെങ്കൽ മാഫിയ സംഘമാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുന്നത് സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇപ്പോൾ
നിലവിൽ നിൽക്കുന്ന വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപുള്ള തഹസിൽദാറോ മാത്രമല്ല, അതിനും മുൻപുള്ള ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണം. റവന്യൂ മന്ത്രിക്ക് നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അതിന് പുറമെ താലൂക്ക് തല അദാലത്തിൽ, അതിന് പുറമെ സർക്കാർ സംവിധാനങ്ങളിൽ നേരിട്ടുൾപ്പെടെ റവന്യൂ മന്ത്രിയുടെ ഓഫീസിലേക്കും അതുപോലെ തന്നെ താലൂക്കിലേക്കും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള പരാതികൾ ഈ നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ പരിഹാരമാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് തന്നെ നമ്മുടെ ഓൺ ക്യാമറയിൽ തന്നെ, അതായത് ഈ പരാതി പറഞ്ഞവരെ കയ്യേറ്റക്കാർ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും അല്ല അത്തരത്തിൽ അവരെ കായികപരമായി ആക്രമിക്കുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിക്കാരായിട്ടുള്ള നാട്ടുകാർ നമ്മളോട് അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും വലിയ മാഫിയ സംഘമാണ് ഇവിടെ വിലസുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും മിച്ചഭൂമി കിട്ടിയവർക്ക് ആ കിട്ടിയ ഭൂമി വരെ തട്ടിയെടുത്തിരിക്കുകയാണ്. അതേക്കുറിച്ച് അവിടുത്തുകാർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. നമ്മൾ എടക്കളം തറവാടിൻ്റെ പേരിലുള്ള സ്ഥലത്ത് ഇപ്പോൾ അനധികൃതമായിട്ട് കയ്യേറ്റം നടത്തി വ്യാജരേഖയും കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ സ്ഥലം കയ്യേറിയിട്ടുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ സർവേ വരുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പം വ്യാപകമായിട്ട് ഒരു 2-3 ആൾക്കാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ വ്യാജരേഖകളും ഉണ്ടാക്കി. കാടൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പ്രധാന ആളാണ് ഈ രേഖകളെല്ലാം ഉണ്ടാക്കുന്നതിന് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ എടക്കളം തറവാടിൻ്റെ പേരിലുള്ള സ്ഥലത്ത് ഇപ്പോൾ അനധികൃതമായിട്ട് കയ്യേറ്റം നടത്തി വ്യാജരേഖയും കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ സ്ഥലം കയ്യേറിയിട്ടുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ സർവേ വരുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പം വ്യാപകമായിട്ട് ഒരു 2-3 ആൾക്കാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ വ്യാജരേഖകളും ഉണ്ടാക്കി. കാടൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പ്രധാന ആളാണ് ഈ രേഖകളെല്ലാം ഉണ്ടാക്കുന്നതിന് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അർജുൻ കല്യാട്, ഈ പ്രതികരണം കൂടി കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ 2 വർഷത്തോളമായി നമ്മൾ അവിടെ കേട്ടുവന്നിരുന്നത് ഈ ചുഴലി വില്ലേജിലെ മാവിലംപാറ, കൊളത്തൂർ പ്രദേശങ്ങളിലൊക്കെ ഈ ചെങ്കൽ ഖനനം നടത്തുന്നതിനായി ക്വാറി മാഫിയ അവിടെ ചെങ്കല്ലിട്ട് അതിർത്തി നിർണ്ണയിച്ച് അവിടെ പിന്നീട് വന്ന് ഖനനം നടത്തുന്ന ഒരു രീതിയുണ്ട്. കാഞ്ഞിരങ്ങാട് ദേവസ്വത്തിന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും ഭൂമിയിൽ ഖനനം നടത്തി വരികയാണ്. അപ്പോൾ ഈ ഖനനം നടക്കുന്നത് കണ്ടിട്ട് പോലും അതിന് സമീപമുള്ള പ്രദേശങ്ങളിലെ ഈ കയ്യേറ്റത്തെക്കുറിച്ചുള്ള പരാതി ഗൗനിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. റവന്യൂ മന്ത്രിയെ നമ്മൾ ബന്ധപ്പെട്ടു. അദ്ദേഹം ഒരു പരിപാടിയിലാണ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി എടുക്കേണ്ടതല്ലേ അർജുൻ? തീർച്ചയായിട്ടും ഈ നാട്ടുകാരുടെയും പ്രധാനപ്പെട്ട ആവശ്യം ഇത് തന്നെയാണ്. അതായത് പരാതി അറിയിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്ക് അനുകൂലമായി തീരുമാനമെടുക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ ആരുടെ ഭൂമിയായാലും അത് കൃത്യമായി ഒരു സമഗ്രമായ അന്വേഷണം നടത്തി ഇതിനകത്ത് കയ്യേറ്റക്കാരെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ആവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ ഭൂമിയാണ്, നമുക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്, അത് നിയമപരമായി ഒരുപാട് നൂലാമാലകളിൽ കിടക്കുന്നതാണ്. പക്ഷേ അത് നാളെ തന്നെ നമുക്ക് അനുവദിച്ചു തരണമെന്നുള്ള ആവശ്യം ആരും തന്നെ മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ ഇത് നാളെ ഇതിനകത്തുള്ള ചെങ്കല്ലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളായിക്കോട്ടെ ഇതെല്ലാം തന്നെ കൊള്ളയടിച്ച് കൊണ്ടുപോയതിനു ശേഷം ഈ ഭൂമി നമ്മുടേതാണ് എന്ന് പറഞ്ഞ് തിരികെ തരുന്നതിൽ ഒരു അർത്ഥമില്ല. അതുകൊണ്ട് താൽക്കാലികമായെങ്കിലും ഇതിനകത്ത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് അല്ലെങ്കിൽ ആരാണ് ഇതിനകത്ത് കയ്യേറ്റം നടത്തിയതെന്ന് കൃത്യമായ രീതിയിൽ പരിശോധിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഈ നാട്ടുകാരുടെ ആവശ്യം. ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള മാവിലംപാറ, കുളത്തൂർ, അതുപോലെ തന്നെ ചുഴലി, ഈ എടക്കളം തുടങ്ങിയിട്ടുള്ള മേഖലകളെല്ലാം തന്നെ വളരെ കാലമായി ചെങ്കൽ ഖനനം നടത്തുന്ന ഒരു പ്രദേശമാണ്. കാഞ്ഞിരങ്ങാട് ദേവസ്വത്തിൻ്റെയും അതിന് പുറമെ ഈ സർക്കാരിൻ്റെ മിച്ചഭൂമി ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ പ്രതികരണമായി കേട്ടത് എടക്കളം തറവാട്ടിൽപ്പെട്ട ഒരാളുടെ പ്രതികരണമാണ്. അവരുടെ തുടരും. അർജുൻ കല്യാട് ഇനി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക. ചെങ്കൽ ക്വാറി ഓണേഴ്സിന്റെ ഒരു അംഗത്വം മാത്രം. ഈ അംഗത്വം നിയമാനുസൃതമായി ക്വാറി ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല, ലക്ഷങ്ങൾ പണം മുടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അംഗത്വം ലഭിക്കും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ക്വാറി മാഫിയ അവിടെ വിലസുന്നുണ്ടെങ്കിൽ അതിനൊരു തടയിട്ടേ മതിയാകൂ. അവിടെ ഈ കല്ലെടുത്ത് പോകുന്ന കുഴിയൊക്കെ മൂടാതെ ഇട്ട് അതിൽ വീഴുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ ആ ഭാഗത്തു നിന്ന് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ വാർത്തയുടെ ഫോളോ അപ്പ് നാളെ ഗുഡ് ഈവനിംഗ് വിത്ത് സുജിയ പാർവതിയിൽ പ്രേക്ഷകരിലേക്ക് അർജുൻ കല്യാട് എത്തിക്കും. അതിനു മുൻപ് മന്ത്രിയടക്കം ഇടപെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം.